ഹായ് ഓൾ, വെൽക്കം ടു ASAP. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 1857 വിപ്ലവത്തിന്റെ വിശേഷണങ്ങളെ കുറിച്ചാണ്. നമ്മുടെ ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്നറിയപ്പെടുന്ന 1857 വിപ്ലവത്തെക്കുറിച്ച് ഒരുപാട് മഹാന്മാർ പലതരത്തിലുള്ള വിശേഷണങ്ങൾ നൽകുന്നുണ്ട്. അവ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന് 1857 വിപ്ലവത്തെ വിശേഷിപ്പിച്ചത് ആരാണ്? VD സവർക്കർ ആണ് ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന് 1857 വിപ്ലവത്തെ വിശേഷിപ്പിച്ചത്. അദ്ദേഹത്തിന്റെ ദ ഫസ്റ്റ് വാർ ഓഫ് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് എന്ന് പറയുന്ന ബുക്കിലാണ് അദ്ദേഹം അങ്ങനെ വിശേഷിപ്പിച്ചിട്ടുള്ളത്. ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന് 1857 വിപ്ലവത്തെ വിശേഷിപ്പിച്ച വിദേശി ആരാണ്? കാൾ മാക്സ് അദ്ദേഹത്തിന്റെ ന്യൂയോർക്ക് ട്രിബ്യൂണൽ എന്ന് പറയുന്ന ന്യൂസ് പേപ്പറിലാണ് ഇത്തരത്തിലുള്ള വിശേഷണം നൽകിയിട്ടുള്ളത്. നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കുക, ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന് പറഞ്ഞിട്ടുള്ള ഇന്ത്യക്കാരനായ വ്യക്തിയാണ് VD സവർക്കർ. 1857 വിപ്ലവത്തെ ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന് പറഞ്ഞിട്ടുള്ള വിദേശിയായ വ്യക്തിയാണ് കാൾ മാക്സ്. ഇനി ശിപ്പായി ലഹള എന്ന് പറയുന്നത് നമുക്കറിയാം കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു വിശേഷണമാണ് ശിപ്പായി ലഹള എന്ന് പറയുന്നത്. ഈ ശിപ്പായി ലഹള എന്ന വിശേഷണം നൽകിയിട്ടുള്ള വ്യക്തികൾ ആരൊക്കെയാണ്? ജോൺ ലോറൻസ്, ജോൺ സീലി, ഏൾ സ്റ്റാൻലി, JB മല്ലീസൺ. ആരൊക്കെയാണ് ശിപ്പായി ലഹള എന്ന് 1857 കലാപത്തെ വിശേഷിപ്പിച്ചത്? ആരൊക്കെയാണ്? ജോൺ ലോറൻസ്, ജോൺ സീലി, ഏൾ സ്റ്റാൻലി, JB മല്ലീസൺ തുടങ്ങിയവരാണ്. ഇനി ബ്രിട്ടീഷ് പാർലമെന്റിൽ ദേശീയ കലാപം എന്ന് 1857 വിപ്ലവത്തെ വിശേഷിപ്പിച്ചത് ആരാണ്? ബെഞ്ചമിൻ ഡിസ്രേലിയാണ്. ഇദ്ദേഹം ദേശീയ ഉയർത്തെഴുന്നേൽപ്പ് എന്നും വിശേഷിപ്പിക്കുന്നുണ്ട്. ബെഞ്ചമിൻ ഡിസ്രേലി ദേശീയ ഉയർത്തെഴുന്നേൽപ്പ് എന്നും 1857 വിപ്ലവത്തെ വിശേഷിപ്പിക്കുന്നുണ്ട്. ഉയർത്തെണീക്കൽ എന്ന് വിശേഷിപ്പിച്ചത് വില്യം ഡാൽറിംബിൾ ആണ്. അദ്ദേഹത്തിന്റെ ദ ലാസ്റ്റ് മുഗൾസ് എന്ന് പറയുന്ന വർക്കിലാണ് ഇങ്ങനെ വിശേഷിപ്പിച്ചിട്ടുള്ളത്. ദ ലാസ്റ്റ് മുഗൾസ് എന്ന് പറയുന്നത് 1857 വിപ്ലവത്തെ പശ്ചാത്തലമാക്കിക്കൊണ്ട് മുഗൾ കാലഘട്ടത്തെ അനലൈസ് ചെയ്തുകൊണ്ടുള്ള ഒരു കൃതിയാണ് ദ ലാസ്റ്റ് മുഗൾസ്. അതിലാണ് ഉയർത്തെണീക്കൽ എന്ന് ഈ വിപ്ലവത്തെ വിശേഷിപ്പിച്ചിട്ടുള്ളത്. ഇനി ആദ്യത്തേതുമല്ല, ദേശീയ തലത്തിലുള്ള സ്വാതന്ത്ര്യ സമരവുമല്ല എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? RC മജൂംദാർ. ആദ്യത്തേതുമല്ല, ദേശീയ തലത്തിലുള്ള സ്വാതന്ത്ര്യ സമരവുമല്ല എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? RC മജൂംദാർ ആണ്. മൃഗക്കൊഴുപ്പ് പുരട്ടിയ വെടിയുണ്ടയുടെ പേരിൽ കേവലം സൈനികർ നടത്തിയ ഒരു കലാപം എന്ന് പറഞ്ഞത് ആരാണ്? TE റോബർട്ട് ആണ്. ആഭ്യന്തര കലാപം എന്ന് വിശേഷിപ്പിച്ചത് SB ചൗധരിയാണ്. 1857 കലാപത്തെ ആഭ്യന്തര കലാപം എന്ന് വിശേഷിപ്പിച്ചത് SB ചൗധരിയാണ്. ഇംഗ്ലീഷുകാർക്കെതിരെ ഹിന്ദുക്കളും മുസ്ലിങ്ങളും ചേർന്ന് നടത്തിയ ഒരു ഗൂഢാലോചന എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? ജെയിംസ് ഔഡ്രോവും W ടെയ്ലറുമാണ്. ഇംഗ്ലീഷുകാർക്കെതിരെ ഹിന്ദുക്കളും മുസ്ലിങ്ങളും നടത്തിയ ഒരു ഗൂഢാലോചന എന്ന് വിശേഷിപ്പിച്ചത് ജെയിംസ് ഔഡ്രോവും W ടെയ്ലറുമാണ്. കർഷക യുദ്ധം എന്ന് വിശേഷിപ്പിച്ചത് T ഗാൽദൂനാണ് കർഷക യുദ്ധം എന്ന് വിശേഷിപ്പിച്ചത്. പരിഷ്കൃത അപരിഷ്കൃത സംഘടനം, നാഗരികതയും കാടത്തവും തമ്മിലുള്ള ഏറ്റുമുട്ടൽ എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? TR ഹോംസ് ആണ് ഇങ്ങനെ വിശേഷിപ്പിച്ചത്. വാണിജ്യ മുതലാളിത്തത്തിനെതിരായ ഫ്യൂഡലിസത്തിന്റെ അവസാന നിലപാട് എന്ന് വിശേഷിപ്പിച്ചത് MN റോയി ആണ്. ഫ്യൂഡൽ ഇന്ത്യയുടെ അവസാന ചിറകടി എന്ന് വിശേഷിപ്പിച്ചത് ജവഹർലാൽ നെഹ്റു ആണ്. നെഹ്റുവിന്റെ മറ്റൊരു വിശേഷണം കൂടിയുണ്ട്. കാലം എത്താതെയുള്ള വിപ്ലവത്തിന്റെ പൊട്ടിപ്പുറപ്പെടൽ കലാപ നേതാക്കളെ അമ്പരപ്പിച്ചു എന്ന് ജവഹർലാൽ നെഹ്റു പറയുന്നുണ്ട്. കാലം എത്താതെയുള്ള വിപ്ലവത്തിന്റെ പൊട്ടിപ്പുറപ്പെടൽ കലാപ നേതാക്കളെ അമ്പരപ്പിച്ചു എന്നും ജവഹർലാൽ നെഹ്റു പറയുന്നുണ്ട്. കൈമോശം വന്ന മഹത്വത്തെ വീണ്ടെടുക്കുവാനുള്ള അവസാന ശ്രമം എന്ന് പറഞ്ഞത് ആരാണ്? പേഴ്സിവൽ സ്പിയർ ആണ്. കൈമോശം വന്ന മഹത്വത്തെ വീണ്ടെടുക്കുവാനുള്ള അവസാന ശ്രമം എന്ന് പറഞ്ഞത് പേഴ്സിവൽ സ്പിയർ ആണ്. ക്രിസ്തുമതത്തിനെതിരെ നടന്ന മതപരമായ പോരാട്ടം എന്ന് പറഞ്ഞത് ആരാണ്? LER റീസ് ആണ് അങ്ങനെ പറഞ്ഞത്. വെള്ളക്കാർക്കെതിരെ കറുത്ത വർഗ്ഗക്കാർ നടത്തിയ യുദ്ധം എന്ന് പറഞ്ഞത് JWK ആണ്. വിദേശികൾക്കും ഫ്യൂഡൽ അടിമത്തത്തിനുമെതിരെ ഒരു കർഷക തൊഴിലാളി സൈനിക സമരം എന്ന് പറഞ്ഞത് ആരാണ്? മാർക്സിസ്റ്റുകളാണ്. ചെകുത്താന്റെ കാറ്റ് എന്ന് വിശേഷിപ്പിച്ചത് ഇംഗ്ലീഷുകാരാണ്. 1857 കലാപത്തെ ചെകുത്താന്റെ കാറ്റ് എന്ന് വിശേഷിപ്പിച്ചത് ഇംഗ്ലീഷുകാരാണ്. തന്റെ പഴയ പ്രതാപം വീണ്ടെടുക്കുവാൻ ഒരു ജീർണിച്ച വ്യവസ്ഥിതി നടത്തിയ അവസാനത്തെ ശ്രമം എന്ന് പറഞ്ഞത് ഡോക്ടർ താരാചന്ദ് ആണ്. അദ്ദേഹത്തിന്റെ ഹിസ്റ്ററി ഓഫ് ദി ഫ്രീഡം മൂവ്മെന്റ് ഇൻ ഇന്ത്യ എന്ന വർക്കിലാണ് അദ്ദേഹം ഇങ്ങനെ വിശേഷണം നൽകിയിട്ടുള്ളത്. കാലത്തെ പിന്നോട്ട് തിരിക്കാൻ യാഥാസ്ഥിതിക ശക്തികൾ നടത്തിയ
ശ്രമം എന്ന് പറഞ്ഞത് SN ആണ്. SN മറ്റൊരു നിർവചനം കൂടിയുണ്ട്. മതത്തിനു വേണ്ടിയുള്ള സമരമായി തുടങ്ങി എന്നാൽ സ്വാതന്ത്ര്യത്തിനു വേണ്ടിയുള്ള യുദ്ധമായി അവസാനിച്ചു എന്ന് പറയുന്നുണ്ട്. അത് SN ആണ് പറഞ്ഞത്. അതുപോലെ തന്നെ ചപ്പാത്തി വിപ്ലവം എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? ബ്രിട്ടീഷുകാരാണ്. ചപ്പാത്തി വിപ്ലവം എന്ന് വിശേഷിപ്പിച്ചത് ബ്രിട്ടീഷുകാരാണ്. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത് 1857 കലാപത്തിന് ചില മഹാന്മാർ നൽകിയ വിശേഷണങ്ങളെക്കുറിച്ചാണ്. കോമ്പറ്റേറ്റീവ് എക്സാംസിന് ചോദിക്കാറുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണിത്. നിങ്ങൾക്ക് എയ്സിൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എയ്സിൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്